ഇന്ത്യയിലെ ആദ്യത്തെ IPS ഉദ്യോഗസ്ഥ എന്ന പേരിൽ ചരിത്രത്തിൽ ഇടം നേടിയ വ്യക്തിയാണ് കിരൺ ബേദി. കാക്കി യൂണിഫോം അണിഞ്ഞ പെൺമുഖങ്ങളെ രാജ്യം കണ്ടു തുടങ്ങുന്നത് തന്നെ കിരൺ ബേദിയിൽ നിന്നാണ്. പഞ്ചാബിലെ അമൃത്സറിൽ ജനിച്ച കിരൺ ബേദി വിദ്യാഭ്യാസത്തിനും കായിക ശാസ്ത്രത്തിനും വളരെയധികം പ്രാധാന്യം നൽകുന്ന ഒരു കുടുംബത്തിലായിരുന്നു വളർന്നു വന്നത്. ഒരു ടെന്നീസ് പ്രേമിയായിരുന്ന കിരൺ ബേദി ദേശീയതല ടെന്നീസ് മത്സരത്തിൽ വരെ പങ്കെടുത്തിരുന്നു. ടെന്നീസ് വിനോദത്തിന് പുറമെ ഒരുപാട് ജീവിത പാഠങ്ങളും കിരൺ ബേദി പകർന്നു നൽകിയിരുന്നു. സഹനശക്തി, യുക്തിബോധം, കഠിനമായ സമ്മർദ്ദങ്ങൾക്കിടയിലും ഒറ്റയ്ക്ക് നിൽക്കാനുള്ള കഴിവ് എന്നിവയെല്ലാം അങ്ങനെ പകർന്നു കിട്ടിയ പാഠങ്ങളിൽ ചിലതായിരുന്നു. അവയെല്ലാം സിവിൽ സർവീസിലേക്കുള്ള പാതയിൽ അവർക്കേറെ സഹായകമായിരുന്നു. പോലീസ് യൂണിഫോമിൽ കിരൺ ബേദി ഏറെ അഭിമാനിച്ചിരുന്നുവെങ്കിലും തുടക്കകാലങ്ങളിലൊന്നും ജോലി അവർക്ക് എളുപ്പമായിരുന്നില്ല. പോലീസ് യൂണിഫോം അണിഞ്ഞ പെൺകുട്ടിയെ പലരും അംഗീകരിക്കാൻ മടിച്ചു. തനിക്ക് അവകാശപ്പെട്ട അംഗീകാരവും ബഹുമാനവും പല ഇടത്തു നിന്നും അവർക്ക് പിടിച്ചു വാങ്ങേണ്ടതായി വന്നു. തൻ്റെ യൂണിഫോമിനോട് തീർത്തും നീതി പുലർത്തുന്ന രീതിയിലായിരുന്നു കിരണിന്റെ പ്രവർത്തനങ്ങൾ. അധികാരി എന്നോ അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്നോ വകഭേദമില്ലാതെ മുഖം നോക്കാതെ അവർ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി വന്നു. ഇതുമൂലം ഏറെ വൈകാതെ അവർ പലരുടെയും കണ്ണിലെ കരടായി മാറി. ഒരിക്കൽ നിയമവിരുദ്ധമായി പാർക്ക് ചെയ്തതിന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് വാഹനം കിരൺ ബേദി എടുത്തു മാറ്റിയ സംഭവം ഏറെ ചർച്ച ചെയ്യപ്പെട്ടു. വലിയവരെന്നോ ചെറിയവരെന്നോ ഇല്ലാതെ എല്ലാവരോടും ഒരുപോലെയുള്ള കിരണിന്റെ ഈ സമീപനം ഏറെ പ്രശംസിക്കപ്പെട്ടുവെങ്കിലും പലരും അവരെ അഹങ്കാരിയായി മുദ്രകുത്തി. കിരണിന്റെ പോലീസ് ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടം ഏഷ്യയിലെ ഏറ്റവും വലുതും ഭീതിജനകവുമായ തീഹാർ ജയിലിലെ ജോലിയുടെ കാലഘട്ടമായിരുന്നു. അക്രമങ്ങളും അശാന്തിയും നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു അന്നേ വരെ തീഹാർ ജയിലിലുണ്ടായിരുന്നത്. എന്നാൽ കിരണിന്റെ ആഗമനം ജയിലിന് ഒരു പുതു പരിവേഷം നൽകാൻ കാരണമായി. കാലങ്ങളായി തടവറകൾക്കുള്ളിൽ വെറും അക്കങ്ങളായി മാത്രം അറിയപ്പെട്ട മനുഷ്യർക്ക് വേണ്ടി അവർ ജയിലിൽ ധ്യാനവും മികച്ച വിദ്യാഭ്യാസ പദ്ധതികളും തൊഴിൽ പരിശീലനങ്ങളും കൊണ്ടുവന്നു. ഇതിലൂടെ തടവറയിൽ ശൂന്യമായ മനസ്സുമായി അർത്ഥമറിയാതെ ജീവിച്ചു വന്ന ഒരുപറ്റം മനുഷ്യർക്ക് ആത്മീയ പരിവർത്തനം നൽകാൻ സാധിച്ചു. എന്നാൽ പലരും ഇതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് രംഗത്ത് വന്നു. കുറ്റവാളികളെ സമീപിക്കേണ്ടത് ഇത്തരത്തിലല്ലെന്നും തടവറ വിധിക്കപ്പെട്ട കുറ്റവാളികൾ ഒരിക്കലും കരുണയ്ക്ക് അർഹരല്ലെന്നും പലരും വാദിച്ചു. എന്നാൽ ഈ വിമർശനങ്ങളെയെല്ലാം പാടെ അവഗണിച്ചുകൊണ്ട് കിരൺ തന്റെ പ്രവർത്തനങ്ങൾ തുടർന്നു പോന്നു. കിരൺ ബേദിയുടെ പരിഷ്കാരങ്ങൾ, കുറ്റകൃത്യങ്ങൾ പെരുകിയ ആ കൂറ്റൻ മതിൽക്കെട്ടുകൾക്കുള്ളിലുണ്ടാക്കിയ മാറ്റങ്ങൾ അത് അത്ഭുതകരമായിരുന്നു. തടവുകാർക്കിടയിൽ അക്രമങ്ങൾ കുറഞ്ഞു. അവർ വായിക്കാനും ചിന്തിക്കാനും തുടങ്ങി. ജയിലിലെ ശാന്ത ജീവിതം മാനസിക നിലയിൽ ഏറെ മാറ്റം വരുത്തിയ പല തടവുകാരും തങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങളെ ഓർത്ത് പശ്ചാത്തപിച്ചു. തടവുകാരുടെ ഈ മാറ്റങ്ങൾ എല്ലാവരെയും ഏറെ അതിശയിപ്പിക്കുന്നതായിരുന്നു. അതുവരെ തുടർന്നു പോന്ന ശിക്ഷാരീതി തെറ്റായിരുന്നുവെന്നും തടവുകാരെ സമീപിക്കേണ്ട രീതി അങ്ങനെ ആയിരുന്നില്ലെന്നും കിരൺ ബേദി തന്റെ പ്രവർത്തനങ്ങളിലൂടെ തെളിയിച്ചു. തന്റെ യൂണിഫോം കളങ്കമേൽക്കാതെ കൊണ്ടു നടക്കാനുള്ള വ്യഗ്രത പലപ്പോഴും അവരെ ഒരുപാട് വിവാദങ്ങളിൽ കൊണ്ടുചെന്നെത്തിച്ചു. ഈ സ്വഭാവം ഒരുപാട് ശത്രുക്കളെ അവർക്ക് നേടിക്കൊടുക്കുകയും ചെയ്തു. അഴിമതിയെക്കുറിച്ച് തുറന്നു പറയാൻ ധൈര്യം കാണിച്ച അവർ കൈക്കൂലിക്കെതിരെ രൂക്ഷമായി പ്രതികരിച്ചു. ഇത് പല പ്രമുഖരുടെയും മുഖത്തേറ്റ അടിയായിരുന്നു. അവർ പോലും അറിയാതെ അവർ പലരുടെയും ശത്രുവായി മാറി. അതിന്റെ ഫലമായി ഒരുപാട് സ്ഥലമാറ്റങ്ങളും എതിർപ്പുകളും അനുഭവിക്കേണ്ടി വന്നു. പോലീസിംഗ് മേഖലയ്ക്കപ്പുറം വിദ്യാഭ്യാസം, സ്ത്രീ ശാക്തീകരണം, യുവജന വികസനം എന്നിവ കേന്ദ്രീകരിച്ച സാമൂഹിക പ്രവർത്തനങ്ങളിലേക്കും അവർ കടന്നു ചെന്നു. തന്നെ കൊണ്ടാവും വിധത്തിൽ പല മാറ്റങ്ങളും സമൂഹത്തിൽ സൃഷ്ടിക്കാൻ കിരൺ ബേദിക്ക് സാധിച്ചു. തൻ്റെ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ, വൻതോതിലുള്ള ജനപിന്തുണയും അതിലൂടെ ഒരുപാട് അംഗീകാരങ്ങളും പദവികളും അവർക്ക് നേടിക്കൊടുത്തു. അതിൽ പ്രധാനപ്പെട്ടതായിരുന്നു പുതുച്ചേരിയുടെ ലഫ്റ്റനന്റ് ഗവർണർ പദവി. കിരൺ ബേദിയെ പ്രശസ്തയാക്കിയത് അവരുടെ നേട്ടങ്ങൾ മാത്രമല്ല, തെറ്റിനും അനീതിക്കും മുന്നിൽ മുട്ടുമടക്കാത്ത അവരുടെ ഇച്ഛാശക്തി കൂടിയായിരുന്നു. പലപ്പോഴും ശരിയെന്ന് തോന്നുന്ന നിലപാടുകൾ അത് തിരഞ്ഞെടുക്കുമ്പോൾ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും തൻ്റെ നിലപാടുകൾ ഒന്നിനു വേണ്ടിയും പണയപ്പെടുത്തിയിട്ടില്ല. സ്ത്രീകൾ പലപ്പോഴും അക്രമങ്ങൾക്ക് ഇരയാകുന്ന ഇടങ്ങളിൽ കിരൺ ബേദി തന്നാലാവും വിധം പെൺകുട്ടികളെ പിന്തുണച്ചു, നിർഭയത്വം പകർന്നു നൽകി, ലക്ഷക്കണക്കിന് പെൺകുട്ടികളെ പ്രചോദിപ്പിച്ചു. തൻ്റെ ധീരമായ കാഴ്ചപ്പാടിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും ആദ്യ വനിതാ IPS ഓഫീസർ എന്ന വിശേഷണത്തിൽ മാത്രം ഒതുങ്ങാത്ത തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ സ്ത്രീ ശക്തിയുടെ തന്നെ പ്രതീകമായി മാറാനും കിരൺ ബേദിക്ക് സാധിച്ചു. പക്ഷെ അവർ ഒടുവിൽ BJPയിൽ ചേർന്നതോടെ എല്ലാം കലങ്ങി മറിഞ്ഞു. 2015 ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്ന കിരൺ ബേദി
ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃഷ്ണനഗർ മണ്ഡലത്തിൽ നിന്ന് മത്സരിച്ചുവെങ്കിലും അവർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. നിലവിൽ അവർ സജീവ രാഷ്ട്രീയ പദവികളോ അല്ലെങ്കിൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധി സ്ഥാനങ്ങളോ വഹിക്കുന്നില്ല. സാമൂഹിക പ്രവർത്തനങ്ങളിലും എഴുത്തിലും അവർ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഇതുപോലെ പലരും IAS-ഉം IPS-ഉം ഒക്കെ വലിച്ചെറിഞ്ഞിട്ട് രാഷ്ട്രീയ പാർട്ടികളിൽ ചേരും. ഒടുവിൽ പലർക്കും സംഭവിച്ചിട്ടുള്ളത് ഇങ്ങനെയൊക്കെയാണ്.